സാന്ത്വന പരിചരണ രംഗത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ശ്രദ്ധ നേടുകയാണ് മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രം. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. സാന്ത്വന പരിചരണ രംഗത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ശ്രദ്ധ നേടുകയാണ് മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രം. സാന്ത്വന വയോജന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വരുന്നുണ്ട്. വ്യാപാരി വ്യവസായ സമിതി വനിതാ വിംഗ് മാത്തിൽ യൂണിറ്റ് പുതുവർഷത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് ധനസഹായം കൈമാറി. സാന്ത്വന കേന്ദ്രം ചെയർമാൻ P. ശശിധരൻ ബന്ധപ്പെട്ടവരിൽ നിന്നും ധനസഹായം ഏറ്റുവാങ്ങി. പ്രാദേശിക തലത്തിലുള്ള സംഘടനകളുടെയും സുമനസ്സുകളായ വ്യക്തികളുടെയും സഹകരണവും സഹായവും സ്വീകരിച്ച് നല്ല നിലയിൽ തന്നെ വയോജന കേന്ദ്രം നടത്തിക്കൊണ്ടു പോകുന്നതെന്നും മേഖലയിലെ 4ഓളം പഞ്ചായത്തുകളുടെ പരിധിയിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും സാന്ത്വന വയോജന കേന്ദ്രം ചെയർമാൻ P. ശശിധരൻ പറഞ്ഞു. ഫിസിയോതെറാപ്പി സ്ഥിരമായി ചെയ്യാനുള്ള ഏർപ്പാട് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോം കെയർ പദ്ധതി എന്നുള്ളവരൊക്കെ വീടുകളിൽ പോയി പരിചരിക്കുന്ന രീതിയും ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് IRPC എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. നമ്മുടെ 4 പഞ്ചായത്തിൽ IRPCയുടെ പ്രവർത്തനവും സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു ഏജൻസിയിൽ നിന്നും നമുക്കൊരു സഹായവും കിട്ടുന്നുമില്ല. എന്നിട്ട് പോലും നമുക്ക് നന്നായി നടത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇതുപോലെ നമ്മുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ മരണാടിയന്തരവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഗൃഹപ്രവേശനം, കുട്ടികളുടെ പിറന്നാൾ ആഘോഷം, ഇത്തരം കാര്യങ്ങൾ, അതുപോലെ റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ആളുകളുടെ സാമ്പത്തിക സഹായം, ഈ സന്ദർഭങ്ങളിലെല്ലാം നല്ല നിലയിൽ സഹായം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്. നല്ല പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ഈ സ്ഥാപനത്തിനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്നൊരു സ്ഥാപനമാണിത്. ഈ പുതിയ കാലത്ത് ജനങ്ങൾക്ക് അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് ഈ സ്ഥാപനം മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാന്തനം വേണ്ടുന്ന ആൾക്കെല്ലാം സ്വാന്തനം നൽകുക, ഇതാണ് ലക്ഷ്യം. നമുക്ക് നല്ല ധാരണ ഉണ്ടാകും, ഈ സ്ഥാപനം അഗതികൾ താമസിക്കുന്നതല്ല, അതുപോലെ വൃദ്ധന്മാർക്ക് താമസിക്കാനുള്ള സ്ഥലവുമല്ല. അതിലെല്ലാം ഉപരിയായിട്ട് ആർക്കൊക്കെയാണോ അവർക്ക് പ്രയാസം അനുഭവമുള്ളത്, അത് മാനസിക ശാരീരികമായ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒന്ന് വന്ന് അവർക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കി പോവുക എന്നുള്ള നിലയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. ചടങ്ങിൽ VV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ, അനസൂയ പനയന്തട്ട, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി മെമ്പർ VV ശോഭന, ഷീജ ശ്യാം, ലിൻസി പ്രസന്നകുമാർ, ഹസീന കബീർ, A. അനിൽകുമാർ, KE വിനോദ്, M. നജ്മുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വ്യവസായ സമിതി വനിതാ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ പുതുവത്സര ദിനത്തിൽ സാമ്പത്തിക സഹായം നൽകുന്ന ചടങ്ങ് കൂടി ഇന്നിവിടെ നടക്കുകയാണ്. വ്യാപാരി വ്യവസായ സമിതി മുൻ വർഷങ്ങളിലും നമ്മളെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 4 വർഷം ആയിട്ടില്ലെങ്കിലും IRPC മാത്തിൽ കേന്ദ്രം എന്ന് പറയുന്നത് വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചതും നിലാരംഭരായ എല്ലാവരെയും അവരുടെ എല്ലാ ആവശ്യങ്ങളനുസരിച്ച് പോകുന്ന ഒരു സ്ഥാപനമായി IRPC സാന്ത്വന വയോജന കേന്ദ്രം മാത്തിൽ മാറിയതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൽ നിന്നൊരു ഗ്രാൻഡോ വേറെ സബ്സിഡിയോ അല്ല മറ്റു സഹായധനങ്ങളോ ഒന്നും കിട്ടാതെയാണ് ഇത് പ്രവർത്തിച്ചു പോകുന്നത്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ, മറ്റുള്ള പുറത്തുനിന്നുള്ള സംഘടനകളും മറ്റ് വ്യക്തികളും എല്ലാവരും സഹായിച്ചുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആലംബഹീനരായ ആൾക്കാർക്ക് സഹായം എത്തിച്ചു നൽകുന്ന ആശാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രം. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.